ഹലോ എവ്രി വൺ, ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അമേരിക്കൻ പോയട്രിയിലെ 6th യൂണിറ്റ് ആയിട്ടുള്ള ഫിലിസ് വെറ്റ്ലെയുടെ ഓൺ ബീയിങ് ബ്രോഡ് ഫ്രം ആഫ്രിക്ക ടു അമേരിക്ക എന്നുള്ള പോയമാണ്. സോ പോയത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് പോയറ്റിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കാം. സോ ഫിലിസ് വെറ്റ്ലി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോയിറ്റായിരുന്നു. അവർ സ്വഭാവം, വർഗം, സ്ത്രീത്വം എന്നിങ്ങനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടായിരുന്നു കൂടുതലായിട്ടും പോയംസ് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകളൊക്കെ സമൂഹത്തെയും അതുപോലെ തന്നെ സാഹിത്യത്തെയൊക്കെ വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫിലിസ് വെറ്റ്ലി ജനിച്ചത് 1753 ആഫ്രിക്കയിൽ ആയിരുന്നു. പിന്നീട് 7ാമത്തെ വയസ്സിൽ അവരൊരു സ്ലേവായിട്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അന്നത്തെ കാലത്ത് ആളുകളെ വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ഓരോ വീട്ടിലുള്ള വെൽത്തി ഫാമിലിയിലേക്ക് ആളുകളെ വിൽക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഫിലിസ് വെറ്റ്ലിയുടെ 7ാമത്തെ വയസ്സിൽ അവളെ ഒരു അമേരിക്കയിൽ ഒരു ഫാമിലി വാങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വളരെയധികം വെൽത്തി ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഫിലിസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവർക്കൊപ്പമായിരുന്നു അവൾ ഇംഗ്ലീഷും അതുപോലെ തന്നെ വായനയും എഴുത്തും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഫിലിസിൻ്റെ കവിതയിലും എഴുത്തിലൊക്കെ ഉള്ള പ്രാബല്യം കണ്ടിട്ട് ആ ഒരു ഫാമിലിയിലുള്ള ആളുകൾ വളരെയധികം വലിയ രീതിയിൽ തന്നെ ഫിലിസിനെ പ്രോത്സാഹിപ്പിക്കാനുണ്ടായത്. സോ അതുകൊണ്ട് തന്നെ 1773 പോയറ്റിൻ്റെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു പോയമായിട്ടുള്ള പോയം ഓഫ് വാരിയസ് സബ്ജക്റ്റ് റിലീജിയസ് ആൻഡ് മോറൽ എന്നുള്ള വർക്ക് പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ വലിയ രീതിയിൽ അത് ഫേമസ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ജോർജ് വാഷിങ്ടൺ പോലുള്ള വളരെയധികം പ്രമുഖരായിട്ടുള്ള റൈറ്റേഴ്സൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെ അവളെ അഭിനന്ദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1784 ഫിലിസ് വെറ്റ്ലെ മരിക്കുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഓൺ ബീയിങ് ബ്രൗട്ട് ഫ്രം ആഫ്രിക്ക ടു അമേരിക്ക. ഫിലിസ് വെറ്റ്ലെയുടെ വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു പോയമാണിത്. ഇതിൽ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ നിന്നുള്ള പോയറ്റിൻ്റെ ഒരു യാത്രയും അതുപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള വിശ്വാസത്തെയും കുറിച്ചിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ദയ കൊണ്ടാണ് അവൾ അമേരിക്കയിലേക്ക് എത്തിയത് എന്നും അതുപോലെ തന്നെ ചില കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ വൈറ്റ് പീപ്പിൾ വളരെയധികം ഒരു ദേഷ്യത്തോടു കൂടിയാണ് നോക്കുന്നത് എന്നൊക്കെ അവൾ ഈ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. സോ ഈ ഒരു പോയത്തിലെ മേജർ തീംസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്രിസ്ത്യാനിറ്റിയാണ്, പിന്നെ വർഗീയത, ദെൻ കാസ്റ്റിസം എന്നിങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ ഒരു പോയത്തിലൂടെ പോർട്രേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പോയം എന്ന് പറയുന്നത് ഹെട്രോയിക് കപ്ലെറ്റിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റൈം എന്ന് പറയുന്നത് AB BB CC DD എന്നിങ്ങനെയാണ് പോകുന്നത്. ഇത് ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ടുള്ള കവിതാ രീതിയാണ് ഈ ഒരു പോയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് പോയത്തിനെ കുറിച്ചിട്ടുള്ളൊരു ഓവറോൾ സമ്മറി നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ലൈനിൽ പോയറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ഒരു കരുണ കൊണ്ടാണ് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞിട്ടുള്ള ആഫ്രിക്കയിൽ നിന്നും എന്നെ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് പോയറ്റ് പറയുന്നത്. ആഫ്രിക്കയിൽ അന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം അന്ധവിശ്വാസങ്ങളൊക്കെ റിലീജിയനും കാസ്റ്റിസും അതുപോലെ അന്ധവിശ്വാസങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ടാണ് എന്നെ അമേരിക്കയിലേക്ക് എത്തിച്ചത് എന്നാണ് പോയറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ പറയുന്നത് ദൈവം അവളെ ദുരിതത്തിൽ നിന്ന് കാണാനും അതുപോലെ തന്നെ അവളെ ആ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷിക്കാനും കഴിവുള്ളവനാണ് എന്നാണ് പോയിട്ട് ഈ ഒരു ലൈനിൽ പറയുന്നത്. ഇതിൽ കവയത്രി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്ലേവ് സിറ്റുവേഷനിൽ നിന്നിട്ടാണെങ്കിലും കൂടെ അവൾ ദൈവത്തിനെ കുറിച്ചിട്ട് പഠിക്കുകയും ദൈവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവൾ എഴുത്തും വായനയും അതുപോലെ തന്നെ ദൈവവചനങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ആ ഒരു സ്ലേവിൽ നിന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെയുള്ള മോചനവും ലഭിച്ചു എന്നാണ് പോയറ്റ് ഈ ഒരു ഫോർത്ത് ലൈനിൽ പോയറ്റ് പറയുന്നത്. ദെൻ 5th ലൈനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിൽ ആഫ്രിക്കയിലുള്ള കറുത്ത വർഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ മറ്റുള്ള ആളുകൾ വളരെയധികം മോശമായിട്ടുള്ള രീതിയിലായിരുന്നു നോക്കി കണ്ടിരുന്നത്. മറ്റുള്ളവർക്ക് ഈ കറുത്ത വർഗത്തിലുള്ള ആളുകളെ കാണുന്ന സമയത്ത് വലിയ രീതിയിലുള്ളൊരു അസഹിഷ്ണുത തോന്നിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്.
മാത്രമല്ല ചില ആളുകൾ എന്താണ് കറുപ്പ് നിറം പിശാചിൻ്റെ നിറം എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇത് വളരെയധികം ഇത്തരത്തിലുള്ള ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ വലിയ രീതിയിലുള്ള അപമാനം ഉണ്ടാക്കുന്നു എന്നും കൂടെ പോയിട്ട് പറഞ്ഞു വെക്കുകയാണ്. മാത്രമല്ല എന്താണ് അവിടെയുള്ള ആളുകളൊക്കെ എന്താണ് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് വരെ ഉള്ള എന്താണ് സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ എന്താണ് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് ലൈനിൽ പോയിട്ട് പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കറുത്ത വർഗ്ഗക്കാരും എന്താണ് സ്വർഗത്തിലേക്ക് പോകാനൊക്കെ അയോഗ്യരാണ് എന്നുള്ള ഈ ഒരു ധാരണ, മറ്റുള്ള ആളുകളുടെ ഈ ഒരു ധാരണ എന്താണ് പോയിട്ട് ഇവിടെ തള്ളി പറയാണ്. മാത്രമല്ല എന്താണ് ദൈവം എല്ലാവരെയും സ്വീകരിക്കും, സ്വർഗത്തിലേക്ക് സ്വീകരിക്കും. കറുത്ത വർഗ്ഗക്കാരാണെങ്കിലും വൈറ്റ് പീപ്പിൾ ആണെങ്കിലും എന്താണ് ദൈവം എല്ലാവരെയും സ്വർഗത്തിലേക്ക് സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയറ്റ് ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത്. സോ ഇത്രയാണ് നമുക്ക് ഈ ഒരു പോയത്തിൻ്റെ ഓവറോൾ സമ്മറി എന്ന് പറയാനുള്ളത്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ടേംസ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ എല്ലാ പേപ്പേഴ്സും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്താൽ ഞാൻ പെട്ടെന്നായിരിക്കും ഓരോ പോർഷൻസും സ്പീഡപ്പായിട്ട് ഞാൻ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് വെരി ക്ലിയർ. താങ്ക് യു.